അല്ലാഹുമ്മ സ്വല്ലി വസല്ലി വബാരിക അലൈഹി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വന്നാൽ രാത്രി ഒരു 10 പ്രാവശ്യം 11 രാത്രികളിൽ ഈ മഹത്തായ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് പടച്ചവൻ നിങ്ങളുടെ അടുക്കലേക്ക് സമ്പത്ത് എത്തിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. ദുനിയാവിൽ മനുഷ്യൻ അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു അവനെ കൈവിടുകയില്ല. അപ്പൊ അല്ലാഹുവിനെ ഓർക്കാനുള്ള ഏറ്റവും വലിയ മഹത്തായ അദ്കാറുകളാണ്. അപ്പൊ അല്ലാഹുവിനെ ഓർത്ത് നമ്മൾ ജീവിച്ചാൽ അല്ലാഹു നമ്മളെ കൈവിടുകയില്ല. മുഅ്മിനീങ്ങളെ, എത്ര സംഭവങ്ങളാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ, മഹാരഥന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുകയാണ്, ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ടയാള്, അദ്ദേഹം കടം മേടിക്കാനായി മറ്റൊരു സുഹൃത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് കടം മേടിക്കാനായി അദ്ദേഹം മറ്റൊരു സുഹൃത്തിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. പോകുന്നത് അടുത്തല്ല, കപ്പൽ കയറി പോകണം. അങ്ങനെ ആ മനുഷ്യൻ കപ്പൽ കയറി പോവുകയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ കടം തരണം. ആ സമയത്ത് ആ സമ്പന്നനായ മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞാൻ പൈസ കടം തന്നാൽ ആരാണ് സാക്ഷി എന്ന് ചോദിച്ചപ്പോൾ ആ സാധുവായ മനുഷ്യൻ പറയുന്നു, അല്ലാഹ്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാനായ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവാണ് സാക്ഷി എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എന്നാ ഇൻഷാ അല്ലാഹ് പടച്ചവനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ തരാം. പക്ഷെ ഇന്ന ഡേറ്റിന് നിങ്ങൾ തിരിച്ചു തരണം, എനിക്ക് പല ആവശ്യങ്ങളാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ആ ഡേറ്റിന് ഞാൻ നിങ്ങളുടെ പൈസ തിരിച്ചു തരുന്നതാണ്. അങ്ങനെ ആ സാധുവായ മനുഷ്യൻ ആ പൈസയുമായി തിരിച്ചു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു, പറഞ്ഞ ഡേറ്റ് എത്തി. അങ്ങനെ അദ്ദേഹം ആ പൈസ തിരിച്ചു കൊടുക്കാനായി ആ പൈസ എല്ലാം സ്വരൂപിച്ചു വെച്ച് കപ്പൽ കയറാനായി വന്നപ്പോൾ കപ്പലങ്ങ് വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന, റബ്ബേ, എന്റെ അവസ്ഥ കപ്പൽ പോയതാണ്, ഞാൻ സമ്പത്ത് കൊണ്ടുവന്നതാണ്, അദ്ദേഹത്തിന്റെ മേടിച്ച പണം കൊണ്ടുവന്നപ്പോൾ കപ്പലങ്ങ് പോയി റബ്ബേ, ഞാൻ നിന്നെ സാക്ഷി നിർത്തിയാണ് മേടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു മരക്കഷ്ണം എടുക്കുകയാണ്. ആ മരക്കഷ്ണം അദ്ദേഹം അതിനകത്ത് പൊത്തിടുകയാണ്, ഒരു ഓട്ടയിടുകയാണ്. ആ ഓട്ടയ്ക്കകത്ത് ഈ പൈസയും ഒരു ലെറ്ററും കൂടി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അല്ലാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളെ ഇത് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ തരാനായി വന്നപ്പോൾ കപ്പലങ്ങ് പോയി. ആ പൈസ ഞാനിതാ ഈ മരക്കഷണത്തിനകത്ത് വെക്കുകയാണ്. ഇത് നിങ്ങൾക്കുള്ള പൈസയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും പറ്റിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ മരക്കഷണം അങ്ങനെ പൊത്തുകൾ അടച്ചതിന് ശേഷം അദ്ദേഹം ആ മരക്കഷണം എടുത്ത് കടലിലേക്ക് എറിയുകയാണ്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമ്പത്ത് കൊടുത്ത മനുഷ്യനാകട്ടെ, അദ്ദേഹം ഇന്നത്തെ ദിവസം ഈ പാവപ്പെട്ടവനെ കാത്തിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം കാത്തിട്ട് കപ്പൽ അടിയുന്ന സ്ഥലത്ത് പോവുകയാണ്. കപ്പൽ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം പോയപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച ആള് വന്നിട്ടില്ല. അങ്ങനെ അദ്ദേഹം വിഷമിച്ചു പോയ, റബ്ബേ, അയാൾ എന്നെ പറ്റിച്ചതാണോ അല്ലാഹ്, എന്നെ വഞ്ചിച്ചതാണോ റബ്ബേ. എന്തായാലും അദ്ദേഹം അങ്ങനെ തിരിച്ചു പോകാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഒരു തടിക്കഷ്ണം കടലിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇത് കൊണ്ടുപോയി വിറകാക്കാം. അങ്ങനെ അദ്ദേഹം എടുത്തുകൊണ്ട് ആ സമ്പന്നനായ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി വിറകാക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അത് വെട്ടിക്കീറിയപ്പോൾ, ഭാര്യ വന്ന് കെട്ടി വെട്ടിക്കീറിയപ്പോൾ കുറച്ച് പൈസയും ഒരു ലെറ്ററുമാണ്. അദ്ദേഹം ആ പാവപ്പെട്ട മനുഷ്യൻ ഇദ്ദേഹത്തിന് കൊടുത്ത ആ സമ്പത്ത് അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുകയാണ്, ഞാൻ കപ്പല് പ്രതീക്ഷിച്ചു വന്നപ്പോൾ കപ്പലങ്ങ് പോയി, ഇത് നിങ്ങൾക്കുള്ള സമ്പത്താണ്, ഞാൻ നിങ്ങളിൽ നിന്ന് കടം മേടിച്ച പൈസയാണ്, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയാണ് ഞാൻ ഇത് മേടിച്ചത്, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിനെ സാക്ഷി നിർത്തി നിങ്ങൾക്ക് ഞാൻ ഈ സമ്പത്ത് നൽകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് സമ്പത്തില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. മന്നാനായ അല്ലാഹ്, ഈ സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. നല്ല ഇഖ്ലാസോടെ ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കുന്നതാണ്. അപ്പൊ ഞാനൊരു
മഹത്തായ അമലാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് സമ്പത്തിന് ആവശ്യം വന്നാൽ രാത്രി 10 പ്രാവശ്യം 11 രാത്രികളിലായിട്ട് ഈ മഹത്തായ ഈ അത്ഭുത സിദ്ധിയുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലി അല്ലാഹുവോട് ദുആ ചെയ്യണം. പണത്തിന് ആർക്കാണ് ആവശ്യമില്ലാത്തത്? എന്നാൽ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് പണം ലഭിക്കണമെന്നില്ല. പക്ഷേ ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കുന്നതാണ്. അള്ളാഹുവിനാണ് അതിന് കഴിവുള്ളത്, നമുക്ക് ആർക്കും കഴിവില്ല. നമുക്ക് സമ്പത്ത് നൽകാനും ആ സമ്പത്ത് വിനിയോഗിക്കാനും എല്ലാം കഴിവ് നൽകുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് സമ്പത്തിന് ആവശ്യം, അതിനുള്ള വഴികൾ തുറന്നു തരും. പണത്തിന് പെട്ടെന്ന് ആവശ്യം വന്നാൽ 11 രാത്രികളിൽ ഒതോടുകൂടി 10 വട്ടം ഈ ദിക്ർ ചൊല്ലണം. 11 രാത്രികളിൽ ഒതോടുകൂടി 10 വട്ടം നല്ല ഇഖ്ലാസോടെ നിങ്ങളെ ഹൃദയങ്ങൾ അല്ലാഹുവിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് റബ്ബേ നീ സമ്പത്തിന്റെ വഴികളെ വിശാലമാക്കണേ അല്ലാഹ്. മഹത്തായ ദിക്ർ ഏതാണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. ആവശ്യം നടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് 3 പ്രാവശ്യം അൽഹംദുലില്ലാഹ് 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 എന്ന് നിങ്ങൾ പറയണം. നല്ല ഇഖ്ലാസോടെ ഈ അമൽ ചെയ്ത് നോക്ക്. അല്ലാഹു വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ്. നമുക്ക് സമ്പത്ത് തരാനും അത് വിനിയോഗിക്കാനും എല്ലാം തൗഫീഖ് നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു തൗഫീഖ് തന്നാൽ മാത്രമേ നമുക്ക് എന്തിനും കഴിയുകയുള്ളൂ. മുഅ്മിനീങ്ങളെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا رب ارحمهما كما ربونا صغارا. അല്ലാഹുവേ നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവരെ. അല്ലാഹുവേ ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ പലരും കടക്കാരാണ്, കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. ഭവനമില്ലാത്തവരാണ്, ഭവനം നൽകണേ അല്ലാഹ്. വാടക വീടുകൾ കഴിയുന്ന എത്രയോ പേരുണ്ട്, സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ മക്കളുണ്ട് റബ്ബേ നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചവരെ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളെല്ലാം നല്ല വിജയം നൽകണേ അല്ലാഹ്. ഉയർന്ന പദവി നൽകണേ അല്ലാഹ്. എല്ലാവിധ ആപത്ത് മുസീബത്തുകൾ അവരെയും ഞങ്ങളെയും കാക്കണേ പടച്ചവരെ. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ ഉയർന്ന നല്ല നല്ല വിദ്യാഭ്യാസ സമ്പന്നരാക്കണേ പടച്ചവരെ. ദുനിയാവും ആഖിറവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവരുണ്ട് റബ്ബേ. അവരുടെ സകല ആപത്ത് മുസീബത്ത് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ കാക്കണേ അല്ലാഹ്. റബ്ബേ ഈ മഹത്തായ ദിക്റിന്റെ മജ്‌ലിസിൽ വെച്ച് നിന്റെ ദിക്റിന്റെ മഹത്വം പറഞ്ഞ് ഈ സദസ്സിൽ വെച്ച് റബ്ബേ ഞങ്ങൾ ഏതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ കരങ്ങൾ നിന്റെ അടുക്കലേക്ക് ഉയർത്തി നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങളെ എല്ലാവരെയും ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.